Chapter 3 Pairs of Equations സമവാക്യ ജോഡികൾ. ജോഡികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, രണ്ട് പെയർ. സമവാക്യവും അറിയാം, നിങ്ങൾ സമവാക്യമൊക്കെ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇക്വേഷൻസ് എന്ന് പറയുമ്പോൾ അത് ഒരു ഇക്വാലിറ്റി സൈൻ, ഈക്വൽ സൈൻ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ആൾജിബ്രിക് എക്സ്പ്രഷനെ, ബീജഗണിത രൂപത്തെ കണക്ട് ചെയ്താൽ അത് നമ്മൾ ഇക്വേഷൻ എന്ന് പറയും. അത് വിശദീകരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്നതാണ്. ഇവിടെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇക്വേഷൻസ് വരുമ്പോൾ ആ ഇക്വേഷൻസ് എന്തിനെ ഉദ്ദേശിക്കുന്നു, അതിന്റെ ലക്ഷ്യം എന്താണ്, അതിനകത്ത് നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ പറയുക. ഇവിടെ നമ്മൾ പറയുമ്പോൾ ചില മനക്കണക്കുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്കറിയാം. പ്രത്യേകിച്ച് പണ്ടുള്ള ആളുകൾക്ക് ഈ കണക്കൂട്ടലുകളൊക്കെ നടക്കുന്ന മനക്കണക്കായിട്ടാണ് കൂട്ടുന്നത്. നമ്മൾ ഇപ്പൊ ചെയ്യുന്ന അങ്ങനെ മനക്കണക്കിനൊന്നും മെനക്കെടാറില്ല. നമ്മളുണ്ടെങ്കിൽ അതൊരു ആൾജിബ്രിക് രീതിയിൽ അതിനെ, അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു മാത്തമാറ്റിക്കൽ രീതി ഉണ്ടാവും. ആ രീതിയിൽ നമ്മളതിനെ വേണ്ടത് കൈകാര്യം ചെയ്യും. അപ്പോൾ ഈ മെന്റൽ മാത്സ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആൾജിബ്രയൊക്കെയാണ് അതിനകത്ത് വരുന്നത്. പക്ഷെ നമ്മൾ അതിന് പേപ്പറും പേരെയൊന്നും ഉപയോഗിക്കുന്നില്ല. അതാണ് ഇതിന്റെ കാര്യം. ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്. അത്രയും പൈസയും അതിൻ്റെ ഒരു 10 രൂപയോടെ ചേർന്ന് 50 രൂപയാവും. എൻ്റെ കുറച്ച് പൈസയുണ്ട്, അതിൻ്റെ കൂടെ അത്രയും പൈസയും പിന്നെ 10 രൂപയും കൂടെ ചേരുമ്പോൾ അത് 50 രൂപയാവും. അപ്പൊ എൻ്റെ എത്ര പൈസയുണ്ട്? മനക്കണക്കായിട്ട് നമുക്ക് പറയാൻ പറ്റും. കുറച്ച് പൈസ എൻ്റെ ഉണ്ട്, അതിലൂടെ അത്രയും കൂടെ ചേർന്ന് 10 രൂപയും കൂടെ ചേർന്ന് 50. അപ്പൊ 10 രൂപയും കൂടെ ചേർന്നതിന് മുമ്പ് എൻ്റെ ഉള്ളത് 40 രൂപ. അപ്പൊ എന്റെ ഉള്ളതും അതിന്റെ അത്രയും കൂടെ ചേരുന്നതാണ് 40 രൂപയെങ്കിൽ. അപ്പൊ എന്റെ 20 രൂപ ഉണ്ട്, അതിന്റെ പകുതി ഉണ്ട്, 20 ഉണ്ട്. അത്രയേ ഉള്ളൂ. മനക്കണക്കാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു കസേരയ്ക്കും ഒരു മേശയ്ക്കും കൂടെ ചേർന്ന് വില 100 രൂപ. ഒരു കസേരയ്ക്കും ഒരു മേശയ്ക്കും കൂടെ 100 രൂപ. ഈ മേശയുടെയും കസേരയും കൂടെ വില തമ്മിലുള്ള വ്യത്യാസം 20 രൂപ. കസേരയുടെ വില എത്ര, മേശയുടെ വില എത്ര? മനക്കണക്കായിട്ട് കൂട്ടാം. രണ്ടും കൂടെ 100 രൂപ, വ്യത്യാസം 20 രൂപ. പെട്ടെന്ന് മനസ്സിൽ നമുക്ക് കണക്ക് ഉദയം വരും. 60 40. മേശയ്ക്ക് 60 രൂപ, കസേരയ്ക്ക് 40 രൂപ. രണ്ടും കൂടെ 100 രൂപ. ഇത് തമ്മിലുള്ള വ്യത്യാസം 60 40 തമ്മിലുള്ള വ്യത്യാസം 20 രൂപ. മനക്കണക്കാണ്. അപ്പൊ ഇത്തരത്തിൽ കാൽക്കുലേഷൻസ് നമുക്ക് മെന്റലായിട്ട് ചെയ്യാം. മെന്റൽ മാത്സ് എന്നാണ് നമ്മളതിന് പറയുന്നത്, മനക്കണക്ക്. എന്നാൽ ഇത് ആൾജിബ്രയിൽ കൂടെയും നമുക്ക് ചെയ്യാൻ പറ്റും. ശരിക്കും മനക്കണക്ക്, മെന്റൽ മാത്സ് എന്ന് പറയുന്നത് ആൾജിബ്ര തന്നെയാണ്. അല്ലെങ്കിൽ അതുപോലെ അതിന്റെ വേറെ രൂപമായിരിക്കും. വിത്തൗട്ട് യൂസിങ് പേപ്പർ ആൻഡ് പെൻ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഈ ആദ്യം പറഞ്ഞത് തന്നെ നമുക്ക് ആൾജിബ്രയായിട്ട് അങ്ങോട്ട് എഴുതാൻ വിചാരിക്കുക. ആൾജിബ്രിക് എക്സ്പ്രഷനായിട്ട് എഴുതിയിട്ട് നമുക്കതിന് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഉദാഹരണമായിട്ട് ആദ്യം പറഞ്ഞ കേസ്, എന്റെ കയ്യിൽ കുറച്ച് രൂപയുണ്ട്, അതിന്റെ കൂട്ടത്തിൽ അത്രയും രൂപയും 10 രൂപയും കൂടെ ചേർന്നപ്പോൾ 50 രൂപയായി. അപ്പൊ എന്തിന് എത്ര ഉണ്ട്? നമ്മൾ സാധാരണ എന്താ, നമുക്കറിയാൻ വയ്യാത്ത എന്റെ കയ്യിൽ എത്ര രൂപയുണ്ടെന്ന് അറിയാൻ വേണ്ടി അതിന് നമ്മൾ എക്സ് എന്നങ്ങ് വിചാരിക്കും. അപ്പോ നമ്മൾ അതിനകത്ത് എഴുതുമ്പോൾ എന്റെ കയ്യിൽ ഉള്ളത് എക്സ്, അതിന്റെ കൂട്ടത്തിൽ അത്രയും കൂടെ ചേർന്നു, അപ്പോൾ 1 ലക്ഷം കൂടെ ചേർന്നു പ്ലസ് എക്സ്. പിന്നെ അതിന്റെ കൂടെ ഒരു 10 രൂപയും കൂടെ ചേർന്നു. അപ്പം ഇക്വേഷനാകാൻ പോവാണ്, സമവാക്യമാകാൻ പോവാണ്. അപ്പോ ഇവിടെ നമുക്ക് എക്സ് പ്ലസ് 10 ഈക്വൽ ടു 50. അപ്പൊ ഇവിടെ നമുക്ക് എക്സ് കൂടെ 2x പ്ലസ് 10 എന്ന് പറയുന്നത് 50.
അപ്പോ ഇവിടെ 2x എന്ന് പറയുന്നത് 50 മൈനസ് 10 40. അപ്പൊ x എന്ന് പറയുന്നത് 40/2 20. നമുക്കറിയാം ഇത് നമ്മൾ ഒളിജിബ്ര ഉപയോഗിച്ച് ചെയ്തു. മറ്റേത് മനക്കണക്കാട്ടി. മറ്റേ മനക്കണക്കാട്ടിയതും ഇത് തന്നെയാണ് സംഭവം. കസേരയുടെയും മേശയുടെയും കൂടെ വിലയെടുത്ത് ഇപ്പോ കസേരയുണ്ട്, മേശയുണ്ട്. ഇപ്പൊ കസേരയുടെയും മേശയുടെയും വില എന്ന് പറയുമ്പോൾ അത് എക്സും വൈയും എന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷെ ഒരെണ്ണം ഉപയോഗിച്ച് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ കസേരയുടെ വില അല്ലെങ്കിൽ മേശയുടെ വില എക്സ്, മേശയുടെ വിലയും കസേരയ്ക്കായിരിക്കും വലിയ സാധാരണ വില കുറവ്, മേശയ്ക്കാണ് വില കൂടുതൽ നമുക്കങ്ങ് വിചാരിക്കാം. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം 20 രൂപ എന്ന് പറഞ്ഞപ്പോ ഈ മേശയുടെ വിലയെക്കാട്ടിൽ 20 രൂപ കൂടുതലാണ് കസേരയുടെ വില. അല്ലെങ്കിൽ മേശയുടെ വിലയെക്കാട്ടിൽ 20 രൂപ കുറവാണ് കസേരയുടെ വില. അല്ലെങ്കിൽ കസേരയുടെ വിലയെക്കാട്ടിൽ 20 രൂപ കൂടുതലാണ് മേശയുടെ വില. അപ്പൊ നമ്മളിവിടെ മേശയുടെ വില എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ കസേരയുടെ വില എന്ന് പറയുന്നത് എക്സ് മൈനസ് 20 ആണ്. എക്സ് മൈനസ് 20 ആണ്. അപ്പൊ എക്സ് മൈനസ് 20 ആണെങ്കിൽ ഈ കസേരയുടെയും മേശയുടെയും കൂടെ വില എന്ന് പറയുന്നത് 100 രൂപ. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? എക്സും അല്ലെ, എക്സ് പ്ലസ് എക്സ് മൈനസ് 20 ഇത് 100 രൂപയാണ്. അപ്പോ 2x എന്ന് പറയുന്നത് എക്സ് 2x ഇത് 100 പ്ലസ് 20 120. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 120/2 എത്ര വരും? അപ്പോ 60. മേശയുടെ വില 60. എക്സ് മൈനസ് 20 ആണ് കസേരയുടെ വില. എക്സ് മൈനസ് 20 കസേരയുടെ വിലയാകുമ്പോൾ 60 മൈനസ് 20. അപ്പൊ കസേരയുടെ വില എന്ന് പറയുന്നത് 40. നമ്മൾ ഒഴിച്ചുപുര ഉപയോഗിച്ചാണ് അതിൽ കണ്ടുപിടിച്ചത്. മണിക്കണക്കായിട്ടും പറയാമായിരുന്നു. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഈ ഇക്വേഷൻ എവിടെയൊക്കെ നമുക്ക് ഒരു ഇക്വേഷനേ ഉള്ളൂ. ജോലിയായില്ല, രണ്ടെണ്ണം വന്നില്ല. വേണമെങ്കിൽ ഇതിനെയൊക്കെ 2 ഇക്വേഷൻ ആക്കാം. 2 ഇക്വേഷൻ ആക്കിയിട്ട് ഇതിന്റെ ഈ പറഞ്ഞതുപോലെ എക്സ് കസേരയുടെയും മേശയുടെയും ഒക്കെ വില നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ കണ്ടുപിടിക്കാം. ഇപ്പൊ ആദ്യത്തെ കേസ് നമുക്ക്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ കേസ് മേശയുടെ വില എക്സ്, കസേരയുടെ വില എക്സ് മൈനസ് 20. ഇവിടെ ഒരു വേരിയബിൾ ചാരം മാത്രമേ ഉള്ളൂ, എക്സ് എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് രണ്ടായിട്ടൊക്കെ കാണാം. കസേരയുടെ വില എക്സ്, മേശയുടെ വൈ. അപ്പോ രണ്ടും കൂടെ ചെയ്യുമ്പോൾ അതിന്റെ വില 100 എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 100. ഒരു ഇക്വേഷനായി, ഒരു സമവാക്യമായി. രണ്ടാമത് പറഞ്ഞാൽ എന്താ? ഇത് തമ്മിലുള്ള വ്യത്യാസം കസേരയുടെ വില മൈനസ് മേശയുടെ വില മൈനസ് കസേരയുടെ വില 20 രൂപ. കൊടുത്താൽ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 20. ഇപ്പോൾ 2 ഇക്വേഷനായി, ഒരു ജോഡിയായി. 2 വേരിയബിളും ഉണ്ട്, 2 ചരവുമുണ്ട്, എക്സും ഉണ്ട് വൈയും ഉണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഈ എക്സിന്റെയും വൈയുടെയും വില കണ്ടുപിടിക്കാം. ഈ രീതിയിൽ 2 ഇക്വേഷൻസ് എടുത്തുകൊണ്ടുള്ള കേസുകളാണ് നമ്മളിവിടെ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഒന്നായിട്ട് കാണാൻ പറ്റി, ഇവിടെ നമ്മൾ രണ്ടായിട്ട് വരും. ഇതിപ്പോ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഇത് മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഒരു വേരിയബിളായിട്ട് എഴുതി മറ്റേത് 2 വേരിയബിൾ എടുത്തുകൊണ്ട് 2 ഇക്വേഷനായിട്ടൊക്കെ എഴുതി ഇതൊക്കെ വളരെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ എല്ലാ കേസിലും അങ്ങനെയല്ല, കുറച്ചുകൂടെ ബുദ്ധിമുട്ട് വരുന്ന കേസുകൾ ചിലപ്പോൾ ഉണ്ടാകും. ചിലപ്പോൾ ഇങ്ങനെ ഒറ്റ ഇക്വേഷനായിട്ട് എഴുതിയാൽ നമുക്കത്, അല്ലെങ്കിൽ എഴുതി അത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാം, ചുരുട് കട്ടിയായിട്ട് വരാം. അപ്പോ രണ്ടാമത് പറഞ്ഞ ഈ 2 ഇക്വേഷൻസ് ഉണ്ടാക്കി 2 ഇക്വേഷനിൽ കൂടി അതിനെ സോൾവ് ചെയ്ത് അതിന്റെ വാല്യൂ വില എക്സും വൈയും കണ്ടുപിടിക്കുന്നതായിരിക്കും സൗകര്യം. അങ്ങനെയൊക്കെ വരും. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത് നമുക്ക് എങ്ങനെയാണ്? എക്സ് പ്ലസ് വൈ 100, എക്സ് മൈനസ് വൈ 20. ഇത് രണ്ടും 2 ഇക്വേഷൻ ആണ്. 2 ഇക്വേഷൻ ആകുമ്പോൾ നമ്മൾ ഈ 2 ഇക്വേഷൻ കൂടെ
കൂട്ടുന്നു ആഡ് ചെയ്യും. ഈ റൈറ്റ് സൈഡ് കൂട്ടി റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡ് കൂട്ടി ലെഫ്റ്റ് സൈഡിൽ എഴുതിയ പുതിയൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. അങ്ങനെ ചെയ്യാൻ പറ്റും. റൈറ്റ് സൈഡ് കൂട്ടുമ്പോൾ 100 120, ലെഫ്റ്റ് സൈഡ് കൂട്ടുമ്പോൾ എക്സും എക്സും 2x പ്ലസ് വൈയും മൈനസ് വൈയും കൂടെ കൂടുമ്പോൾ 0. 2x ഈക്വൽ ടു 120, എക്സ് ഈക്വൽ ടു 120/2 = 60. എക്സ് നമുക്ക് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് വഴി കണ്ടുപിടിക്കാം. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിനകത്തിൽ നിന്ന് വഴി കണ്ടുപിടിക്കാം. ആദ്യത്തെ ഇതിനകത്ത് വഴി കണ്ടുപിടിക്കുകയാണെങ്കിൽ വൈ എത്ര വരും? 100 - x. ഇതിനകത്തിൽ നിന്ന് നമുക്ക് എത്രയാണ്? y ഈക്വൽ ടു 100 - x സമം 100 - x ന്റെ വാല്യൂ 60. ഇനി നമുക്ക് x y കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോ ഈ പറഞ്ഞ രീതിയിൽ രണ്ട് ഇക്വേഷൻസ് ഉണ്ടാക്കി, സമവാക്യം ഉണ്ടാക്കി, അല്ലെങ്കിൽ രണ്ട് ഇക്വേഷൻ എടുത്തിട്ട് അത് ഒരു ജോഡിയാക്കി അതിനകത്തിൽ നിന്ന് എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് വിശദമായിട്ട് ചർച്ച ചെയ്ത് വിശദീകരിക്കുന്നത്. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ.